ഞാൻ ആൽബി. അപ്പനും അമ്മയും ഇട്ട പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ആകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന് കരുതിയിട്ടാവും എനിക്ക് ആ പേരിട്ടത്. പക്ഷേ നീണ്ട 25 വർഷം വേണ്ടി വന്നു എനിക്കെന്നെ കണ്ടെത്താനായിട്ട്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കാരണം എൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് എൻ്റെ വീട്ടുകാർ അറിയാൻ പോകുന്നു. ഞാനിപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ്. ചേച്ചി ഇവിടെ ഇരുന്നു. എൻ്റെ അമ്മ. ചേട്ടാ, പള്ളി എത്താറായ? അടുത്ത സ്റ്റോപ്പാണ്. അടുത്ത ശരി. ചെറുപ്പം മുതൽ തന്നെ വീട്ടിൽ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു എൻ്റേത്. എപ്പോഴും പഠിക്കുന്നുള്ള മമ്മിയുടെ റേഡിയോ കേട്ട് മടുത്തു. മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ശരിക്കും അതെല്ലാം ഒരു വീർപ്പുമുട്ടലായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഏതോ ഒരു വലിയ ലക്ഷ്യത്തിലെത്തിക്കാൻ വളർത്തുന്നത് പോലെ. ദൈവാധീനം എന്ന് പറയട്ടെ. അങ്ങനെ ഞാൻ +2 എന്ന കടമ്പ കടന്നു. പിന്നെ പതിവ് മാതാപിതാക്കളെ പോലെ അവർ എന്നെയും കേരളത്തിന് വെളിയിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വിട്ടു. ഏതോ ജയിലിൽ നിന്നിറങ്ങിയ അവസ്ഥയിൽ ഞാൻ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അങ്ങനെ ഞാൻ കുറേ സപ്ലികളൊക്കെ വാരിക്കൂട്ടി നാട്ടിൽ നിൽക്കുന്ന കാലം. എന്താടാ വിറ മേന്ന് കയറ കയ്യറ. എടി എന്താ നിന്റെ പ്രശ്നം? എന്താണ് കുറെ നേരം മച്ചാനെ, അവനും നോക്കട്ടെ. പറ്റുമെങ്കിൽ നീ അവനെ വെല്ലുവിളിക്ക്. വീഴ്ത്തിയെടുക്കട എന്റെ പെണ്ണിനെന്നും പറഞ്ഞ്. അല്ലാതെ നടറോട്ടിൽ കിടന്ന് തല്ലിയിട്ടല്ലടാ ആണത്തം കാണിക്കേണ്ടത്. അതാ വെല്ലുവിളിക്കാൻ പേടിയാണ് ഇവള് ഇവന്റെ കൂടെ പോന്നോർത്തിട്ട്. അതെടാ, നീ ആരാടാ അത് പറയാൻ? ആഹാ മച്ചാനെ, ഇത് നമ്മുടെ ഏരിയയാണ്. നീയൊന്നും ഇവിടെ നിന്ന് പോവൂല. അപ്പൊ പൊന്നും കട്ട ചെല്ല്. വണ്ടി കയറാം. പോവാം. വേണ്ട, വാ പോവാം. അപ്പൊ കൂട് പൊന്നിങ്ങട്ടെ കൈ. ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ട് വെച്ചാനെ എന്തായാലും തടി കേടായില്ല. ഞാൻ ജോസുട്ടി, ഇവൻ തമ്പി. മച്ചാൻ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ആൽബി. ആൽബർട്ട് ഐൻസ്റ്റീനാ? അത് കൊള്ളാട്ടാ പേര്. നിങ്ങൾക്ക് എന്താ പണി? ഞങ്ങള് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സാ. മെഡിക്കൽ? അതെ അതെ, മരുന്ന് കച്ചവടക്കാർ. ആ സൗഹൃദം കൊച്ചിയിലേക്കുള്ള എൻ്റെ കവാടം നീട്ടി തുറന്നു. അങ്ങനെ അവന്മാരുടെ മരുന്ന് കച്ചവടത്തിൽ ഞാനും പങ്കാളിയായി. അവന്മാരെന്നെ കൊണ്ട് മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും കുറെ പുല്ലും തീറ്റിച്ചു. പിന്നെ കുറെ പടയപ്പയും കളിപ്പിച്ചു. ദേവന്നേടാ. എന്താടാ? നോക്ക് പൊക്കടാ.
അമ്മ വൻപൊളി എങ്ങനെയുണ്ട് കലക്കി മച്ചാനെ. പൊളിക്കാല അപ്പോ നോക്കി നീ കയറി നോക്കണോ സംഭവല്ലേ കേറ് 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 കെട്ടിപ്പിടിച്ചതൊക്കെ മതി നീ വണ്ടി കയറ് അറിയോ ബാക്കി ഇന്ന് മരുന്നെടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് എനിക്കും അറിയാം, നിനക്കും അറിയാം, നിൽക്കുന്നതിനും അറിയാം. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ പൈസയിലും മരുന്നില്ല. ഇന്നും മരുന്ന് കൊടുത്തില്ല, സിം മാറുവേ. അവനൊന്നും അറിയണ്ട, സൊള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ടില്ലേ. എന്ത് ഇനി എന്ത് പറയാനാ? അതെന്തോടാ? ഡാ വാടാ. എന്താണ് മച്ചാനെ? കണ്ടില്ലടാ, കണ്ട സദാചാരികൾ കൂടിയേക്കണത്. ഇവിടെ നടപ്പാകില്ല. ഇവിടെ എന്തോടപ്പില്ലെന്ന് അവനവന് തോന്നിയവരോടൊപ്പം തോന്നിയെടുത്ത് വെക്കും. നീയൊക്കെ ആരാടാ ചോദിക്കാൻ? എന്താണ്ടാ സീനാക്കണേണാ? എന്താ പ്രശ്നം? സീനാ? എന്താണ്ടാ ഗോളി പ്രശ്നം? ആ വന്നല്ല സൂപ്പർമാൻ. ഓ അവൻ കുറെ നേരേ ആ കൊടയും ചൂടി ആ പെണ്ണിന്റെ പുറം നടക്കണം. ഓ അതാണ് ആ പ്രശ്നം. നിനക്കൊക്കെ നാണം കൊണ്ടാടാ ലോർമിസേ. നിങ്ങളുടെ പണി നോക്ക് പിള്ളേ. ഒന്ന് പോടാ. എനിക്കറിയാവടാ എന്റെ പണി നോക്കാൻ. നിങ്ങളിൽ പാവം ചെയ്യാത്തവർ ആദ്യം അവരെ കല്ലെറിയട്ടെ. ഒന്ന് പോറടാപ്പാ. മേരി ചേച്ചി എപ്പോ ഞങ്ങളുടെ മനസ്സില് ഒരു മാലാകയെ പോലെയാണ് തോന്നുന്നത്. മച്ചാനെ പണിപ്പാടി പൊറോട്ടൊക്കെ. ഡാടാ തമ്പി വാ പോ. എന്താ പ്രശ്നം? ഞാൻ വിളിക്കാം. എന്താ? വാട നോക്കിക്കണ പടിയാ. കഷ്ടം. എന്താടാ ഓടല്ലേ? ഓടറാ. അന്ന് മുങ്ങിയ ഞാൻ പിന്നെ പൊങ്ങുന്നത് ഇവിടെയാണ്. ദേ നിൽക്കുന്നു നിന്റെ പുന്നാരപുത്രൻ. എന്ത് കാണിക്കാനാണ് എന്തോ വല്ല അച്ഛന്മാരുടെ പോലെ അടിച്ചു മാറ്റിയാ. അവന്റെ കയ്യിരിപ്പ് അതാണേ. അതെങ്ങനെയാണ് തന്തേന്തള്ളം പറഞ്ഞ് അനുസരിക്കുമോ? മിണ്ടാതിരിക്കുന്നേ. പപ്പ, എൻ്റെ തെറ്റുകൾ തിരുത്താൻ എനിക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. എൻ്റെ തീരുമാനമാണ് എൻ്റെ കണ്ടെത്തൽ. നിങ്ങൾക്കിന്ന് തീരുമാനിക്കാം. ദാ നോക്ക്. ഇനിയുള്ള കാലം ഞാൻ ഇവളെ സംരക്ഷിക്കാൻ പോകുന്നു. കൊള്ളടാ മോനെ, ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരും എന്നോർത്തിട്ടാണ് നിനക്ക് ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പേരിട്ടത്. എന്നിട്ട് നിനക്കിപ്പോൾ ഒരു ചട്ടുകാലിനെ കിട്ടണം. നിനക്ക് ഞങ്ങളാണ് വേണ്ടതെങ്കിൽ ആ വണ്ടിയിൽ കയറാം, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. രണ്ടിലേതായാലും നീ ഇപ്പോൾ തീരുമാനിക്കണം. കൊച്ചെന്തിനാ വിഷമിക്കണേ? അവരപ്പനും അമ്മയാണ്, അവര് വരും. നമുക്ക് കാത്തിരിക്കാം. അവന്മാരെവിടെയാണാവും?
വിളിച്ചു നോക്കാം. ഹലോ നല്ലവളെ. വേറെ അറിയൂ ബ്രോ. യു വേർ ആർ യു ബ്രോ? ഞാൻ വീട്ടിലാടാ. ഞാൻ തേത് ആനംകൂടാൻ വന്നേക്കണ വെച്ചാനെ. അപ്പൊ തമ്പിയാ? തമ്പിതേ മലക്കോന്ന് ഓൻപെടുത്തേക്കുവാ. ഓ, ഞാനപ്പോ വിളിക്കാം. ശരിയപ്പോ നടക്കട്ടെ. അങ്ങനെ അവന്മാരും നന്നായി. നമുക്കിനി കുച്ചാമ്പോ. അതാ വെല്ലുവിളിക്കാൻ പേടിയാണ്.